ബിഗ് ബോസിനൊടുവിൽ പൂട്ടുവീണിരിക്കുന്നു. സ്റ്റുഡിയോ സെറ്റ് അടച്ചുപൂട്ടി സർക്കാർ. കേരളത്തിലല്ല, അങ്ങ് കർണാടകത്തിലാണ്. ജോളിവുഡ് സ്റ്റുഡിയോസ് ആൻഡ് അഡ്വഞ്ചേഴ്സ് വക ഷൂട്ടിംഗ് സെറ്റ് അടച്ചുപൂട്ടിയതോടെ കന്നഡ ബിഗ് ബോസ് റിയാലിറ്റി ഷോയും അവസാനിച്ചു. ബിഗ് ബോസ് മത്സരാർത്ഥികളോടെല്ലാം വീടൊഴിഞ്ഞു പോകാനാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തി ഷൂട്ടിങ്ങുമായി മുന്നോട്ട് പോയതാണ് കാരണം. കർണാടക മലിനീകരണ നിയന്ത്രണ ബോർഡ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച നോട്ടീസിലാണ് ബിഗ് ബോസ് കന്നഡ സ്റ്റുഡിയോ എത്രയും വേഗം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്. നിയമങ്ങൾ പാലിക്കാത്തതിനും അനുമതിയില്ലാതെ പ്രവർത്തിച്ചതിനും ഉൾപ്പെടെയാണ് നടപടി. ബിഗ് ബോസിന്റെ 12ാം സീസൺ അവതരിപ്പിക്കുന്നത് സൂപ്പർ സ്റ്റാർ കിച്ച സുദീപാണ്. രാംനഗര ജില്ലയിലെ ബിദാദിയിൽ സ്ഥിതി ചെയ്യുന്ന വെൽ സ്റ്റുഡിയോസ് ആൻഡ് എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തുന്ന 35 ഏക്കർ വരുന്ന ജോളിവുഡ് സ്റ്റുഡിയോസ് ആൻഡ് അഡ്വഞ്ചേഴ്സിലാണ് കന്നഡ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഷൂട്ടിംഗ് നടന്നു വന്നത്. കഷ്ടമെന്താണെന്നോ, ഷോ നിർത്തിവെച്ചതോടെ സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെ 700-ലധികം പേരാണ് ജോലി നഷ്ടപ്പെട്ട് വീടുകളിലേക്ക് തിരിച്ചുപോയത്. കഴിഞ്ഞ 6 മാസമായി ടെക്നീഷ്യന്മാരടക്കം ഇവിടെ താമസിച്ച് ഷിഫ്റ്റുകളിലായി ജോലി ചെയ്തു വരികയാണ്. 5 കോടിയിലേറെ രൂപ ചെലവിട്ട് നിർമ്മിച്ചതാണ് ബിഗ് ബോസിന്റെ ഈ സെറ്റ്. കിച്ച സുദീപിന്റെ മേൽനോട്ടത്തിലാണ് ബംഗ്ലാവിന്റെ രൂപത്തിൽ ഈ വീട് നിർമ്മിച്ചത്. നിയമലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ട് ബിഗ് ബോസ് പ്രവർത്തകർ തുടർന്നെന്നും ആരും നിയമത്തിന് അതീതരല്ല എന്നുമാണ് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ഈശ്വർ ഖണ്ഡ്രെ ബംഗളൂരിൽ പറഞ്ഞത്. ബിഗ് ബോസ് ഉപയോഗിച്ച വൈദ്യുതി ഉറവിടം പോലും നിയമവിരുദ്ധമായിട്ടാണെന്നും മന്ത്രി പറയും. റിയാലിറ്റി ഷോ സംസ്ഥാന സർക്കാർ നിർത്തലാക്കുമോ എന്ന ചോദ്യത്തിന് നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള നടപടി പ്രതീക്ഷിക്കാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. കോടതിയെ സമീപിക്കാൻ, അപ്പീൽ പോകാൻ അവസരമുണ്ടെന്നും പറയാൻ മന്ത്രി മറന്നില്ല.